ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ രസപ്പൊടികളൊന്നും വാങ്ങിക്കാതെ, രസപ്പൊടി ചേർക്കാതെ നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെ രസം ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ രസമാണിത്. ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നമുക്ക് ഈ രസം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ജീരകം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു 3 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 5 ചുമന്നുള്ളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത ചില്ലി, ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു ടൊമാറ്റോ എന്ന് പറയുമ്പോൾ 1 കപ്പ് ടൊമാറ്റോ ഉണ്ട്. തക്കാളി ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കടലപ്പരിപ്പും ചെറുപയറിൻ്റെ പരിപ്പും കൂടി വറുത്ത് പൊടിച്ചതാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അത് 1 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കായം ചേർക്കാം. 1 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ കായമാണ് നമ്മൾ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളം. 1 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിവെള്ളം കലക്കിയെടുത്താണ്, അത് അരിച്ചെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/2 ലിറ്റർ വെള്ളമാണ്. വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അല്പം ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ അവസാനം നമുക്ക് മല്ലിയില, കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് ഒന്ന് താളിക്കണം. അതിന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളക്, 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്തു. അതിൻ്റെ കൂടെ അല്പം കറിവേപ്പില ഇട്ടു. അവസാനം വറവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മണവും കൂടി വരുന്നുണ്ട് അതിന്, നല്ല രസത്തിൻ്റെ മണം. അങ്ങനെ രസപ്പൊടികളൊന്നും ചേർക്കാതെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ രസമാണിത്. നമുക്ക് വെറുതെ വേണമെങ്കിൽ കുടിക്കാനും നല്ലതാണ്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള രസമാണ്.